നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരൺ മനോഹറിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ആ സമയത്ത് മനോഹർ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കുന്നത് തന്റെ മോളെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന്. ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് ഭയങ്കര സങ്കടമായി. പിന്നീട് കിരണിനോട് ചോദിച്ചു, സാറ് ഇന്നും എന്റെ മോളെ കൊണ്ടുവന്നിട്ടില്ലല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, നിനക്ക് നിന്റെ മോളെ കാണാനുള്ള ഭാഗ്യം ഇല്ലടാന്ന് പറയാ. അതെന്താ? അതെ, കഴിഞ്ഞ ദിവസം കല്യാണി മോളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്ര നിന്റെ ജീവനെപ്പം നിലനിൽക്കുന്നേ. ഇല്ലായിരുന്നെങ്കിൽ സരയു നിന്നെ തീർത്ത് കളഞ്ഞേനെന്ന് പറയണം. അത് കേട്ടപ്പോ മനോഹർ ചോദിച്ചു, സാർ എന്തൊക്കെയായി പറയണെന്ന് ചോദിക്കുക. എന്റെ മോളെ കൊണ്ടുവന്നോ? ഞാൻ എന്നിട്ട് എന്റെ മോളെ കണ്ടില്ലോ എന്ന് പറയാ. എങ്ങനെ കാണാനായിട്ടാ? കൃത്യം അവള് കൊണ്ടുവന്ന സമയത്താണ് സരയു നിന്നെ കൊല്ലാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. ആ സമയം കല്യാണി സരയുവിനെ കണ്ടു. സരയുവിനെ കണ്ടതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു. സിസ്റ്റേഴ്സിനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ സിസ്റ്റേഴ്സ് നിന്റെ അടുത്തേക്ക് വന്ന അതുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ നീ പണ്ടേ മുകളിലെത്തിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല സാറേ എന്ന് പറയണം. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം മോളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സരയുവിന് നല്ല ദേഷ്യമാ. നിന്നെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നും പറഞ്ഞാൽ നടക്കുന്നേ. എന്നോടും കല്യാണ്ടും പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുക നിന്നെ കൊല്ലാനായിട്ട്. മനോഹർ പറഞ്ഞു, എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് എന്റെ മോളെക്കുറിച്ച് ഓർത്തിട്ടാ. എടാ, നിന്റെ മോളെ കാണാൻ നീ ഇത്ര വാശി പിടിക്കുന്നുണ്ട്, എന്നിട്ടാണോടാ നീ ഇതൊക്കെ ചെയ്തേ? നിനക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അവസാനം അമേരിക്കയ്ക്ക് ആ പെങ്കൊച്ചിനോട് പോകാണ്ട് തുനിയുമായിരുന്നോ? ഇല്ലല്ലോ. നിനക്ക് അത്രയ്ക്ക് അത്ര സ്നേഹമുള്ളൂ. ഇനിയിപ്പം നിനക്ക് മോളെ കാണാനുള്ള ഭാഗ്യമില്ലെന്ന് തന്നെ കൂട്ടിയാൽ മതി. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഞങ്ങൾക്ക് മോളെയും കൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെ ചിലപ്പം സാരി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ. അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, സാറേ അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ മോളെ തൽക്കാലത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റില്ല. നിന്റെ ജീവൻ തിരികെ കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് കരുതിക്കോ. എത്രയും പെട്ടെന്ന് നീ ഇവിടെ സുഖമായിട്ട് ജയിലിലേക്ക് തിരികെ പോയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവൻ എപ്പം വേളും എന്ത് വെള്ളം സംഭവിക്കുക, എന്താവത്ത് വെള്ളം സംഭവിക്കാം. അതൊക്കെ എനിക്കറിയാം സാറേ. അവൾ എപ്പം വെള്ളം വരുമെന്നും എനിക്കറിയാം. എന്നാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ കുറെ സമയം സംസാരിച്ചതിന് ശേഷമാണ് കിരൺ അവിടെ നിന്ന് പോരുന്നത്. പിന്നീട് കിരൺ നേരെ രൂപയെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ കൺമണി മോൾ അവിടെയാണല്ലോ. അങ്ങനെ രൂപയെ കണ്ടു കഴിഞ്ഞപ്പോ രൂപ ചോദിച്ചു, എന്തായി അവന്റെ കാര്യങ്ങള്? മനോഹറിന്റെ കാര്യം അവന്റെ ക്രിട്ടിക്കൽ നിലയൊക്കെ തരണം ചെയ്തെന്ന് ചോദിക്കാം. ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ല, കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അധികം വൈകാതെ മിക്കവാറും അവനെ തിരികെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു പറയാം. രൂപ പറഞ്ഞു, അത് നല്ല കാര്യം തന്നെയാ. അല്ല, അവനാണെങ്കിൽ എപ്പം നോക്കിയാലും ഒരേ കാര്യം മാത്രമേ പറയാനുള്ളൂ. എപ്പോ ചെന്നാലും അവൻ പറയുന്നേ അവന്റെ മോളെ കാണണമെന്ന്, കൺമണിയെ കാണണമെന്ന്. കിരണേ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് അറിയാലോ. എന്നിട്ട് ഇനി ഇപ്പൊ അവനെ മോളെയും കൂടെ കൊണ്ട കാണിക്കണല്ലേ? അതല്ലമ്മേ, പശ്ചാത്താപം ആർക്കും ഉണ്ടാകുന്നല്ലേ. ഈ പറയുന്ന സരിയൊക്കെ മാറിയതെന്നാ കുറച്ച് കാലങ്ങളല്ലേ ആയിട്ടുള്ളൂ. എന്നെയും കല്യാണിയൊക്കെ കൊല്ലാൻ നടന്നോളാ സരിയു. എന്നിട്ട് ഒടുവിൽ എന്തായി? അതുപോലെ തന്നെ മനോഹറിന് ഒരു മാറ്റം വന്നതിനെയാണ് ഞാൻ കരുതുന്നേ. മോനെ, മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, ശരി, സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മോളെ കൊണ്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ക്രൂരത അവൻ ചെയ്തിട്ടുണ്ട്. എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചേ. ഒന്നും രണ്ടും ആണെ കുഴപ്പമില്ല. 10-60 പെൺകുട്ടികളുടെ ജീവിതമല്ലേ ഇത്രയും കാലത്തിനിടയ്ക്ക് അവൻ നശിപ്പിച്ചേ. അങ്ങനെയുള്ള ഒരുത്തന് ഒരിക്കലും അവന്റെ കുഞ്ഞിനെ കാണാനുള്ള യോഗ്യതയില്ല. ഇനി അവന് എത്ര മാറിയെന്ന് പറഞ്ഞാലും അത് ശരിയാ, അവൻ നല്ല മാറ്റമാണെന്ന് ജയിൽ സൂപ്രണ്ടും മറ്റും പറയുകയും ചെയ്തു. അവന് പഴയതുപോലെ ഒന്നുമല്ല. അതെ, ഈ പറയുന്ന പ്രകാശം വരെ മാറിയില്ലേ മോനെ? അപ്പൊ പിന്നെ അവനും മാറാതിരിക്കാൻ പറ്റുമോ? ഓരോരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടി പിന്നീട് ഗുരുതരമായി കഴിയുമ്പോഴല്ലേ തെറ്റുകളെ കുറിച്ചൊക്കെ ചിന്തിക്കത്തുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, അവന് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അവൻ അവന്റെ തെറ്റിനെ കുറിച്ച് തന്നെ ചിന്തിച്ചേ. അല്ലായിരുന്നെങ്കിലോ അവൻ സുഖമായിട്ട് പോയി അമേരിക്കയ്ക്ക് പോയി ജീവിക്കുമായിരുന്നു. അമേരിക്കയില് ആ സമയത്തോ ഒന്ന് ഓർത്ത് വെക്കുക, ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ തകരില്ലായിരുന്നോ? കിരൺ പറഞ്ഞു, സരിയൊരു ഒരു വിധത്തില പറഞ്ഞ് അടക്കി നിർത്തിയിരിക്കുന്നത്. എത്ര നാൾ അവളിങ്ങനെ നിൽക്കുമെന്ന് അറിയത്തില്ല. അവൾക്ക് ഒരേ വാശി തന്നെയാ അവനെ കൊല്ലണം എന്നുള്ള, മനോഹറിനെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. ശാരി ആ ഒരു വിഷമത്തിലാ. ശാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴേക്ക് ശാരി അങ്ങോട്ടേക്ക് വന്നു. ശാരി വന്നിട്ട് കിരണിനോട് പറഞ്ഞു, മോനെ, എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. കാരണം ഇനിയും അവൾ അങ്ങനെ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാര്യം എന്റെ മോളൊന്നും അല്ല അവള്. എന്റെ വളർത്തു പുത്രിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവളെ സ്വന്തം മോളെ പോലെ ഇത്രയും കാലം സ്നേഹിച്ച് കൊണ്ടുനടന്നേ. അപ്പൊ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലോ അപ്പുറവാ. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവളോടൊപ്പം ജീവിക്കേണ്ട ഈ കുഞ്ഞ്. അവളും ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുഞ്ഞിന് ആരുണ്ട്? കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാരും ഉണ്ട് നോക്കാൻ ഓർത്തിട്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മുതിരുന്നേ. എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാന്ന് പറയാണ്.
ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു, അവൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് സേഫ് ആണെന്ന് തോന്നിക്കാണും. കുഞ്ഞിനെ നോക്കാൻ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, അതാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപക്ഷെ കുഞ്ഞ് അവളുടെ അടുത്തുണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കിരണേ. കിരൺ പറഞ്ഞു, അത് ശരിയാ, കുഞ്ഞ് അവളുടെ കൂടെയുള്ള ചിലപ്പോൾ അവൾക്ക് തോന്നും കുഞ്ഞിനെ നോക്കാൻ താനും ഉള്ളല്ലോ എന്നൊരു ചിന്ത വരുവാണെങ്കിൽ ചിലപ്പോൾ അവൾ അങ്ങനെയൊന്നും മുതിർന്നെന്നിരിക്കില്ല. പക്ഷെ പറയാൻ പറ്റില്ല, അവളുടെ സ്വഭാവം ആയതുകൊണ്ട്. അത് മാത്രമല്ല, അവൾക്ക് ഇനിയിപ്പം മെഡിസിൻ കൊടുക്കണം, അത് കൊടുക്കുക തന്നെ വേണം. അവൾക്ക് ഒരു പ്രാവശ്യം അവള് മെന്റൽ പേഷ്യൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നല്ലേ, ഇപ്പോഴും അവളുടെ ഉള്ളിൽ അത് തന്നെയുണ്ട്. കൊല്ലണം കൊല്ലണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ മെഡിസിനും കൂടെ മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് ഗംഗയും കൂട്ടിക്കൊണ്ട് അമലു കാട്ടിക്കൂടെ നടക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാൻ പോവും. ഗംഗയാണെങ്കിൽ അതൊരു ലാക്കാക്കി കണ്ടിരിക്കുക. അമലുവിന്റെ തോളത്ത് കൈയിട്ട് പിടിച്ചൊക്കെയാണ് നടക്കുന്നത്. അമലുവിന് ഭയങ്കര സന്തോഷമാണ്. ഗംഗ ഇപ്പൊ ഭയങ്കര ജീവനാണ് താനും. അങ്ങനെ പോകുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ അമലു പറയുന്നുണ്ട്. കാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ആസ്വദിച്ച് കേൾക്കണ സമയത്ത് ഗംഗാപ്രസാദിന്റെ ഉള്ളിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ സുഖമായിട്ട് പുറത്തു പോകണം, കിരണിനെയും കല്യാണിയൊക്കെ തീർക്കണം. ആ ഒരു ചിന്ത മാത്രം. കാർത്തികയുടെ കല്യാണം നടക്കാൻ പാടില്ല, അതിനു മുമ്പ് തന്നെ അവിടെ എത്തണം, അങ്ങനെ ഒരു ചിന്ത മാത്രം. അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഗംഗാപ്രസാദ് പോകുന്നത്. പക്ഷെ ഗംഗാപ്രസാദും അമലും കൂടെ കാട്ടിലേക്ക് പോയ കാര്യം വേലു പറഞ്ഞു. വേലുവിന് സഹിച്ചില്ല. വേലു പോയി മൂപ്പനെ കാണുവാണ്. മൂപ്പനെ കണ്ടു പറഞ്ഞു, ദേ മാമ, ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിത് അത്ര കൂടെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് പറയണേ. എന്ത്? അല്ല, അമ്മലു എന്തിനാ എപ്പോഴും ആ വിനായകന്റെ തോളത്ത് കൈയിട്ടുണ്ട് ഇങ്ങനെ നടക്കുന്നേ? അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എനിക്ക് കണ്ടിട്ട് അവൻ അത്ര നല്ലവനാന്ന് തോന്നില്ല, ഒരു തരികടയാന്ന് എനിക്ക് തോന്നേ. ആ സമയത്ത് മൂപ്പ പറഞ്ഞു, അതൊക്കെ നിന്റെ തോന്നല. അല്ലല്ല, അവൻ അത്ര ശരിയല്ല ആള്. അവനെ എന്തോ ഒരു പ്രത്യേക താല്പര്യം അമലുവിനുണ്ട്. അവസാനം കണ്ടോ പണി കൊടുത്തിട്ട് പോകും കേട്ടോ മാമ. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. എടാ, നിനക്ക് അവനോട് ദേഷ്യമുള്ളതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണേ. നീ അവനെ ഒരു ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല. അവനാള് പാവാടാ. അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്ത് കാര്യങ്ങള്? അവന് സംസാരശേഷി ഇല്ലെന്നല്ലേ ഉള്ളൂ. അവൻ എഴുതി കാണിച്ചായിരുന്നു. അവനൊരു ഫോട്ടോഗ്രാഫറാണ്. അവനൊരു ഫോട്ടോ പിടിക്കാൻ വന്ന സമയത്ത് കുറെ ആക്രമണികൾ ചേർന്ന് അവനെ ആക്രമിച്ചാണ് ഇവിടെ നായാട്ടിൽ വന്ന ആൾക്കാര്. അങ്ങനെയാണ് അവനാ ദുരന്തം സംഭവിച്ചത്. അല്ലാതെ അവനൊരു കൊള്ളക്കാരനോ പിടിച്ചുപറിക്കാരനോ അല്ലാതെ വേറൊന്നും അല്ല. അവനൊരു ക്രൂരനൊന്നും അല്ലെന്ന് പറഞ്ഞു. ഗംഗാപ്രസാദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പടി തന്നെ വിശ്വസിച്ചിരിക്കുകയാണ് മൂപ്പനൊക്കെ. ആ സമയത്ത് വേലു പറഞ്ഞു, എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. ഒരു കാരണവശാലും അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോറസ്റ്റുകാരോട് പറഞ്ഞാലോ അവർ ചിലപ്പോൾ അന്വേഷിച്ച് ചെയ്യുമ്പോൾ അവരെ എന്താ ഏതെന്നൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. അത് വേണ്ട, അവരൊക്കെ അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അവന്റെ സംസാരശേഷിയും കൂടെ തിരികെ കിട്ടിയിട്ട് മാത്രം മതി അവനെ പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറഞ്ഞു. വേലുവിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വേലുവിന് ഭയങ്കര വിഷമമായി. തന്റെ ഭാര്യയാൻ പോകുന്ന പെണ്ണിനെ അവൻ തട്ടിക്കൊണ്ട് പോകുന്നൊരു ചിന്ത. അവളെ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം കാത്തിരുന്നൊക്കെ വെറുതെ ആവും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ചിലപ്പം അവൻ കൊള്ളരുതാത്തവനാണെങ്കിൽ അവൻ അവളെ പറ്റിച്ചിട്ട് കടന്നു കളയുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു വേലുവിന്റെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണമെന്ന് തീരുമാനിച്ചു. അതേസമയം അമലുവിന്റെ തോളത്ത് തൂങ്ങി ഭയങ്കര സന്തോഷത്തോടുകൂടി ഗംഗാപ്രസാദ് അങ്ങോട്ട് പോവാണ്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാൽപെരുമാറ്റം കിട്ടു. നോക്കി കഴിയുമ്പോഴത്തേനും കുറെ പോലീസുകാരെല്ലാം വരുന്ന കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആ സമയം അമലുവിനോട് പറഞ്ഞു, ദേ പോലീസുകാർ വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് കൈ കൊണ്ട് ആഞ്ഞു കാണിക്കണേ. എന്തിനാ പേടിക്കണേ? അവരെന്നെ കണ്ട പ്രശ്നമാവെന്ന് പറയണ. അത് പോലീസല്ല, ഫോറസ്റ്റുകാരാന്ന് തോന്നിയെന്ന് പറയണ. ആരാണെങ്കിലും എന്നെ കാണണ്ടാന്ന് പറയണ. എന്നെ കണ്ട പ്രശ്നമാന്ന്. അപ്പോഴേക്കും അമലു ഓർത്തു, എന്തിനാ വിനായൻ ഇത്ര പേടിക്കുന്നത്? എന്തിനാ വിനായൻ ചേട്ടൻ പേടിക്കുന്നത്? പേടിക്കൊന്നും വേണ്ട, വിനായൻ ചേട്ടനെ ആരും കാണാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാം. പക്ഷെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ദൈവമേ, അവർ ഇങ്ങോട്ടേക്കാ വരുന്നേ. എങ്ങാനും കണ്ടുപിടിച്ചാൽ തീർന്നു. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. താൻ ഗംഗാപ്രസാദ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുകയും ചെയ്യും. പിന്നെ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പോലും പറ്റില്ല. അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ഞെട്ടലിൽ നിൽക്കുകയാണ് ഗംഗാപ്രസാദ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.